സങ്കീർത്തനങ്ങൾ 34 കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നാം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. എൻ്റെ മനസ്സിനകത്തെ തുറന്ന ആഗ്രഹത്തിന് അപ്പുറത്ത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച ദർശനം, ഓരോ സഭായോഗവും ഒരു യോഗം നടത്തി തീർക്കുക എന്നുള്ളതല്ല. ഇവിടെ ഇത്രയും പേരിയ്ക്കുമ്പോൾ ഞാൻ ഇത്രയും പേരെയും കൂടെ വിശ്വാസത്തിൽ കാണുകയാണ്. എപ്പോഴും നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ചപ്പാട് വലുതായിരിക്കണം. പുറമറ്റം സഭയ്ക്ക് ആ ദർശനം കൈമാറുകയാണ്. കൃപായുഗം ശേഷിക്കുന്നെങ്കിൽ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ നാം കാണണം. സെക്യൂരിറ്റി നിന്ന് വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ജനത്തിന്റെ ഒഴുക്ക് നമ്മുടെ സഭാ അന്തരീക്ഷത്തിൽ നമ്മൾ കാണണം. Amen. Amen. Hallelujah. മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പുറമറ്റത്തുള്ള ആത്മീക ശുശ്രൂഷകളെ കൃപയാൽ താഴ്മയോടെ പറയുന്നു കർത്താവ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, അത് ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെ ആത്മീക ശുശ്രൂഷയുടെ വിശാലമായ മേഖലയിലേക്കുള്ള ചുവടുവെപ്പുകൾക്ക് കർത്താവ് കാരണം ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തിലെ വലിയ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഫറൻസുകളുടെ ശുശ്രൂഷകന്മാർ പുറമറ്റത്തു നിന്നുണ്ടാകണം. ഇത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്, നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാരാഷ്ട്രീയമില്ലാത്ത, ആമേൻ, ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് യോഗം കഴിഞ്ഞ് ഓളമില്ലാത്ത, സമാധാനത്തോടെ ദൈവത്തെ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന, സ്തോത്രം, ഒരു മാതൃക ചർച്ചായി, റോൾ മോഡലായി ഈ ചർച്ചിനെ കർത്താവ് വളർത്തും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. പത്തനംതിട്ട ജില്ലയിൽ, കേരള കരയിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ ചർച്ച് ഡെവലപ്മെന്റിന്റെ റോൾ മോഡലായി നമ്മുടെ ചർച്ചിനെ കർത്താവ് മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചർച്ച് ഗ്രോത്തിനകത്ത് കാണുന്ന 1, 2, 3 സ്റ്റെപ്പിനകത്ത് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഈ ദൈവസഭയ്ക്ക് കർത്താവ് വർധനവ് നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നൽകുന്ന നിയോഗത്തിനും ആലോചനയ്ക്കും ഒത്തവണ്ണം, സ്തോത്രം, ചില സ്റ്റെപ്പുകൾ പ്രാർത്ഥനാപൂർവം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വചനം വിടാതെ, നമ്മുടെ നിലവിലുള്ള ചട്ടങ്ങളൊന്നും വിടാതെ, സഭാ വളർച്ചയ്ക്ക് വേണ്ടി ഏത് സ്റ്റെപ്പും നമുക്ക് സ്വീകാര്യമാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ. വചനത്തിലെ പുതിയ നിയമ ഉപദേശം വിടാതെ, നമ്മുടെ നിലവിലുള്ള ചട്ടങ്ങൾ വിടാതെ, സഭ ചർച്ച് ഗ്രോത്തിന് വേണ്ടി ഏത് സ്റ്റെപ്പും നമുക്ക് സ്വീകാര്യമാണ്. ആമേൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ പ്രിയ? പറഞ്ഞ വാചകമൊക്കെ ചുമന്ന മഷിക്ക് അടിവരയിടേണ്ട വാക്കുകളാണ് പറഞ്ഞത്. കുറച്ച് വാക്കുകളും കൂടുതൽ പ്രവൃത്തിയും. സ്തോത്രം, ഹല്ലേലൂയ. ശക്തമായ ആരാധന ഇവിടെ നടക്കണം. ഈ ഹാളിനകത്തേക്ക് രോഗികളെ വീൽ ചെയറുകളിൽ കൊണ്ടുവരുന്ന നിങ്ങൾ കാണണം. അവരത് വിട്ട് എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ കാണണം. നമുക്ക് കാണാൻ പറ്റണം. സ്തോത്രം. ഇതൊരു മിറക്കിൾ സെന്ററായി മാറണം. യേശുവിൻ്റെ സാന്നിധ്യം, അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ കൂട്ടായ്മകളിൽ ഇവിടെ വ്യാപരിക്കുന്നത് നാം കാണണം. അതെല്ലാം വിശ്വാസത്താൽ കാണുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വലിയത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ദൈവസന്നിധിയിലേക്ക് ദൈവജനം വരണം. ആമേൻ.
ഇവിടെയുള്ള ആരാധനയ്ക്ക് വരുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാര് ശുശ്രൂഷയുടെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അടുത്തൊരു നിയോഗത്തിന്റെ പുതപ്പ് മേളിൽ വീഴുന്നത്, ആരാധനയ്ക്കകത്ത് വെച്ച് വീഴുന്നത് കണ്ടോണ്ട് വരണം. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര്, സഹോദരന്മാര്, ഒരു അസാധാരണമായ നിലയിലേക്ക് ദൈവം നിങ്ങളെ നിയോഗിക്കുന്നത്, നിങ്ങളുടെ അഭിഷേകത്തിന്മേലൊരു പുതുക്കമുണ്ടാകുന്നത്, നിങ്ങളുടെ നാവിലുള്ള ഭാഷകൾക്ക് വർധനമുണ്ടാകുന്നത്, നിങ്ങളിലുള്ള കൃപാവരങ്ങളുടെ ജ്വലനത്തിന്റെ ലെവൽ മാറുന്നത് വിശ്വാസത്താൽ കണ്ടോണ്ട് ഇവിടെ വരണം. ഹല്ലേലൂയ. അത് മാത്രം സങ്കല്പിച്ചുകൊണ്ട്, അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, അത് മാത്രം കാക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. റെഡിയാണോ? സ്തോത്രം. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിൽക്കാൻ ഞാൻ റെഡി എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരു മിനിറ്റ് കിട്ടിയാൽ ഒന്ന് പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തുടർന്നുള്ള നാളുകളെ നമുക്ക് ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ സീസൺ എന്ന് ആ നാളുകളെ കൃപയിൽ ആശ്രയിച്ച് വിളിക്കാം. ആമേൻ. എല്ലാ ആഴ്ചയിലും ഇവിടെ സ്നാനത്തിനുള്ള തീരുമാനം നമുക്ക് കേൾക്കാൻ പറ്റണം. എല്ലാ ആഴ്ചയിലും ഇവിടെയുള്ള ആരാധനയിലേക്ക് പുതിയ വ്യക്തികൾ വന്നു ചേരുന്നത് നമുക്കറിയണം. അങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ നാളുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. വായിച്ച വാക്യത്തിൽ നിന്ന് ഇന്നത്തെ തീം എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 34 അതിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഇന്നത്തെ തീം നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഇന്ന് ആ വാക്യത്തിൽ നിന്ന് ധ്യാനത്തിന് ആധാരമായ വിഷയമെടുക്കുന്നു. നാം ഒന്നിച്ച്. ഒന്ന് ചേർന്ന് പറയാമോ? നാം ഒന്നിച്ച്. നാം ഒന്നിച്ചാൽ എന്തു സംഭവിക്കും? ഈ ഒന്നിക്കുന്ന നാം ആരാണ്? നാം ഇങ്ങനെ ഒന്നിച്ചത് എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് ഹ്രസ്വമായ ഉത്തരങ്ങൾ 1-2 ക്രമത്തിൽ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒന്ന്, ആരാണ് ഒന്നിക്കേണ്ടത്? ഇസ്രയേൽ ആണ് ഒന്നിക്കേണ്ടത്. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലാണ് ഒന്നിക്കേണ്ടത്. ഇസ്രയേൽ ഒന്നിക്കുക എന്ന പ്രയോഗം, സ്തോത്രം, അവരുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഒന്നിക്കണം. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. ഒന്ന് കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. അപ്പോൾ ആരാണ് ഒന്നിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ടവർ ഒന്നിക്കണം. 2, അവർ ചെങ്കടലിന്റെ ഉള്ളിലൂടെ ഇക്കര കയറി. ചെങ്കടലിന്റെ ഉള്ളിലേക്ക് പുറകെ വന്നൊരു ടീമും വന്നു, അവരിക്കര കയറിയില്ല. എന്നാൽ ഈ സംഘം ഇക്കര കയറി. അക്കര കയറിയ സംഘം, അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞു, അത് സ്നാനത്തിന് ഒരു മുൻകുറി. ആര് ഒന്നിക്കണം? സ്നാനപ്പെട്ടവർ ഒന്നിക്കണം. ഇവിടെ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന സീസണാണ്, സമയമാണ്. മനുഷ്യർ ഓരോ നിറത്തിലുള്ള, ഓരോ അടയാളത്തിലുള്ള കൊടിയുടെ കീഴിൽ ഒന്നിക്കുന്നു കണ്ടിട്ടു അല്ലേ? ആ പാർട്ടിയുടെ പ്രത്യശാസ്ത്രത്തിന്റെ കീഴിൽ അവർ ഒന്നിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലെ പരിപാടി അങ്ങനെയാണെങ്കിൽ, സ്തോത്രം, നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ ഒന്നിച്ചിരിക്കുകയാണ്. രണ്ട്, സ്നാനപ്പെട്ടവർ ഒന്നിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വചനാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ചവർ, ആത്മസ്നാനത്തിന്റെ സ്നാപകൻ കർത്താവ്, സ്നാനാർത്ഥി ശിഷ്യൻ, സ്നാനജലം ആത്മനദി, അതിനകത്തേക്ക് സ്നാപകനായിരിക്കുന്ന ക്രിസ്തു മുക്കി പൊക്കി ഇങ്ങോട്ട് വെളിയിൽ വീണവർക്ക് നാവിൽ ഒരു അടയാളമുണ്ട്, അതാണ് അന്യഭാഷാ ഭാഷണം. ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകമുള്ളവർ ഒന്നിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ട്, എങ്ങനെയാണ് ഒന്നിച്ചത്? ഇനി തിരുവത്താഴത്തിലേക്ക് നാം വരുമ്പോൾ പറയും, പലരായ നാം ക്രിസ്തുവിൽ, സ്തോത്രം, നമ്മളെല്ലാം പലരായി, പല വീട്ടിൽ, മാതാപിതാക്കളിൽ, വ്യത്യസ്ത സ്വഭാവത്തിൻ്റെ കീഴിൽ, വ്യത്യസ്ത ശൈലിയിൽ, ഓരോ വീട്ടിൽ ചെന്നാൽ ഓരോ രീതിയാണ് അല്ലേ? അവിടെയുള്ള അമ്മയുടെ പാചകം മുതലേ വ്യത്യാസം ഉണ്ടാകും. ഓരോ വീട്ടിലെ വീട്ടമ്മമാരുടെ പാചകം വ്യത്യാസമാണ്, അപ്പൻ്റെ സ്വഭാവം വ്യത്യാസമാണ് അല്ലേ? ഓരോ വീടിനകത്തും, ഇപ്പോൾ ഇത്രയും വീടുകൾ നമ്മുടെ പുറമറ്റത്തുള്ള ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ, ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യുന്ന പോലെയല്ല അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ, എല്ലാ വീടുകൾക്കകത്തും ആ വീടിൻ്റെതായ വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട്. പലരായ നാം, പല സ്വഭാവത്തിൽ, പല വകയായ നാം ഒന്നായി തീർന്നു. ഒന്നായി തീർന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്താലാണ് നാം ഒന്നായത്. ഒന്ന് കരമുയർത്തി ദൈവത്തിന് മൗനം കരയട്ടെ. മൂന്ന്, എന്തിനു വേണ്ടിയാണ് ഒന്നിക്കേണ്ടത്? ഒന്ന്, ഒന്നിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 4-ാം വാക്യം പൊതുവിൽ വായിച്ചാൽ, ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. എന്തിന് ഒന്നിച്ചുകൂടി? അതിന്റെ പശ്ചാത്തലം വീട്ടിൽ പോയി വായിച്ചാൽ മതി. യഹോവയോട് സഹായം ചോദിപ്പാൻ ഒന്നിച്ചുകൂടി. ഇന്ന് പുറമറ്റത്തേക്ക് ഈ വാക്യം ഡയറക്റ്റ് അങ്ങ് കൊണ്ടുവരികയാണ്. പഴയ നിയമത്തിൽ അവരങ്ങനെ കൂടിയെങ്കിൽ നമ്മളും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ദൈവത്തോട് സഹായം ചോദിപ്പാനാണ്. ഹല്ലേലൂയ. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് ചേർന്നൊന്ന് പറയാമോ? കർത്താവേ, എന്നെ, ഞങ്ങളെ സഹായിക്കണേ. രണ്ട്, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം തന്നെ അതിന്റെ 32-ാം അധ്യായം 6-ാം വാക്യം, 7-ാം വാക്യം, 20-ാം വാക്യം വേഗത്തിൽ വായിച്ചു. ജനത്തിന് സൻഗരീബ് യുദ്ധത്തിനായി വന്നപ്പോ പടനായകന്മാരെ നിയമിച്ചു. അടുത്തത് ഒന്നിച്ച് യെഹൂസ്യാവ് കൂട്ടി. എന്നിട്ട് 7-ാം വാക്യം, അവരോട് ഹൃദ്യമായിട്ട് ഒന്നിച്ചു കൂടിയിട്ട് എങ്ങനെ പറഞ്ഞു? ഈ ഒന്നിച്ച് കുറെ പേരെ കൂട്ടി വെച്ച് അവരോട് ഹൃദ്യമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ
ഒന്ന്, ആ സദസ്സിന് ശാന്തതയുണ്ടാകണം. രണ്ട്, സദസ്സിൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധ നന്നായിട്ട് വേണം. വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി ഹൃദ്യമായി സംസാരിക്കുക. പ്രസംഗശാസ്ത്രത്തിൽ ഈ വാക്ക് അല്പം കട്ടിയുള്ളതാണ്. ഒരടച്ചിട്ട ഹാള്, ശീതീകരിച്ച ഹാളിനകത്ത്, സൗണ്ട് പ്രൂഫ് ചെയ്ത ഹാളിനകത്ത് മൈക്ക് സിസ്റ്റം ഏറ്റവും നല്ല കൂടിയത്, ഏതെങ്കിലും QSC-യുടെ ഒക്കെ കൂടിയത് വെച്ച് ഈക്വലൈസർ കൊണ്ടുവന്ന്, ഇവിടെ പുറകിലിരിക്കുന്നവർക്ക് അറിയാം, ഈക്വലൈസ് ചെയ്ത് ചെവിക്കകത്തേക്ക് കറക്റ്റ് സൗണ്ട് വരത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ഒരു ഹാളിനകത്ത് വെച്ച് കുറച്ച് പേരെ കൂട്ടി അവരോട് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാകും. മൈക്കില്ലാത്ത കാലം, വിശാല സ്ഥലത്ത് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടിയിട്ട് ഹൃദ്യമായിട്ടുള്ള സംസാരം. എത്ര ഞങ്ങൾ വേദി കിടന്ന് അലറി പ്രസംഗിച്ചിട്ടും ഞങ്ങളുടെ പ്രസംഗങ്ങൾ എത്രത്തോളം ആളുകളുടെ ഉള്ളിൽ ഹൃദ്യമാകുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അല്ലേ? പ്രസംഗിക്കുന്ന ഉപദേശിമാരായ ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും എന്ത് ചെയ്യും? സംശയം തോന്നാറുണ്ട്. ഹൃദ്യമായിട്ട് സംസാരിച്ചു. പറഞ്ഞ വാക്ക്, 7-ാം വാക്യം മറക്കരുത്. ഒന്ന് ഒച്ചത്തി വായിച്ചേ. 7-ാം വാക്യം. ഉറപ്പ്, ധൈര്യമുള്ളവരായിരിക്കുക. ഭയപ്പെടരുത്. ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടരുത്. അടുത്തത്, നിങ്ങൾ അവനോട് കൂടെ ഉള്ളവനിൽ വലിയവൻ നമ്മോട് കൂടെ ഉണ്ട്. എത്ര പേർക്ക് ചേർന്ന് പറയാൻ പറ്റുമോ വചനം? അശൂരിനോട് കൂടെ ഉള്ളവൻ ആര്? അവിടുത്തെ ദേവശക്തി, ദേവിശക്തിയെ എല്ലാം അവരുടെ സഹായം തേടിക്കൊണ്ട് അവർ ഏത് യുദ്ധത്തിന് പുറപ്പെടുന്നത്. എന്നാൽ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, വലിയവൻ. പുറമറ്റം സഭയ്ക്ക് പറയാൻ പറ്റുമോ? വലിയവൻ. ഇവിടെയുള്ള ഗ്രഹനാഥന്മാർക്ക് പറയാൻ പറ്റുമോ? വലിയവൻ. ഇവിടെയുള്ള അമ്മമാർക്ക് പറയാൻ പറ്റുമോ? വലിയവൻ. അവൻ എന്നോട് കൂടെ ഉണ്ട്. ഇത്രയും പറഞ്ഞിട്ട് യെഹെസ്കേൽ പോയിട്ട് ചെയ്ത പണി എന്താണെന്നറിയാം? 20-ാം വാക്യം നേരെ പോയിട്ട് യെശയ്യാവിനെയും കൂടെ കൂട്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഒന്നിച്ച് കൂട്ടിയവർ അവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞപ്പോ ആ ഒന്നിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി അണിയറയിൽ പ്രാർത്ഥന നടന്നു. സ്തോത്രം, ആമേൻ. അണിയറയിൽ പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ ഇവിടെ നിന്ന് ഒരു കാര്യം പറയാം. സ്തോത്രം. ഒറ്റ മനസ്സോടെ ആത്മീയ കാര്യങ്ങളിൽ സഭ ഒറ്റക്കെട്ടായി നിന്നാൽ, ആത്മീക വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്നാൽ, അവൻ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും, നമുക്ക് വേണ്ടി സ്വർഗം തുറക്കും. മാത്രമല്ല, ദൂതനെ ഇറക്കണ്ടെടുത്ത് ദൈവം ദൂതനെ ഇറക്കും. അതുപോലുള്ള സംഭവങ്ങൾ പഴയ നിയമസഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്തെങ്കിൽ അവൻ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുകയില്ലെന്നോ? വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം കരയട്ടെ. വൈരിയെ കണ്ട് നീ പേടിക്കരുത്. സൻഗരീബിന്റെ വാക്കുകളെ കണ്ട് നീ കേട്ട് അവൻ കുന്തങ്ങളുടെ നീളം കണ്ട് അവന്റെ വാളിന്റെ മൂർച്ച കണ്ട് നീ ഭയപ്പെടരുത്. ഒന്നിച്ച് നിന്നോട്ടെ, ഒന്നിച്ച് നിന്നോണം, ഒന്നിച്ച് നിന്നോണം, ഒരുമിച്ച് നിന്നോണം, ഒറ്റക്കെട്ടായി നിന്നോണം. പുറകിൽ പ്രാർത്ഥനയുണ്ട്. നെക്സ്റ്റ് നിർത്താൻ പോവാണ്.
നെഹമ്യാവിൻ്റെ കാലത്ത് നെഹമ്യാവ് 8:13 വചനം കേൾക്കാൻ അവർ ഒന്നിച്ചു. 9:1 ഉപവാസം പ്രസിദ്ധം ചെയ്തു. ആ ഉപവാസത്തിനകത്ത് വചനം കേട്ട് അവർ രട്ടുകൊടുത്തു, ആത്മതപനത്തിലേക്ക് വന്നു, വചനം കേൾക്കാൻ ഒന്നിച്ചു. വായിച്ച കുറിവാക്യം, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. എന്തിന്? അവന്റെ നാമത്തെ ഉയർത്താൻ. ഒന്നും കൂടെ പറയുന്നു, ആരാധിക്കാൻ ഒന്നിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരിഹോ ദിവസത്തിൽ 1 പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞു. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞു. ഈ ചുറ്റുന്ന കാര്യത്തിനകത്ത് മടുക്കാതെ ഇവർ ചുറ്റി, പെറുപെറുക്കാതെ അവർ ചുറ്റി, വിശ്വാസത്തോടെ അവർ ചുറ്റി. ഹല്ലേലൂയ. ചുറ്റാൻ പറഞ്ഞത് വാക്ക്, ആ വാക്ക് പറഞ്ഞപ്പം ചുറ്റാൻ പറഞ്ഞവരെല്ലാം കൂടെ യോശുവയോടും കാലേബിനോടുമുള്ള ആലോചനയാണ് ചുറ്റാനുള്ള ആലോചന. എന്നാൽ അവരങ്ങ് ചുറ്റിക്കഴിഞ്ഞപ്പം അവരെ അവിടെ ഉള്ളവരെല്ലാം കൂടെ ചുറ്റിച്ചില്ല. ഈ നിയോഗത്തോട് ഒരുത്തൻ നിൽക്കുമ്പോൾ നിയോഗമുള്ളവനെ ചുറ്റിക്കുന്നവരുണ്ട്. ഒരു പ്രാർത്ഥനയില്ല, ഉപവാസവും ഇല്ല, എവിടുന്നോ മുഖം തുടച്ച് രാവിലെ ഇങ്ങോട്ട് യോഗത്തിന് എഴുന്നേറ്റ് വന്നേച്ച് ആമൻ നീ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് നിയോഗത്തോടെ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ, ആമൻ സ്റ്റെപ്പുകളെ, അഭിഷേകത്തോടുള്ള ചുവടുവെപ്പുകളെ മെനക്കേടായി ചുറ്റിക്കുന്ന കൂട്ടത്തിലാകരുത്. സ്തോത്രം. അവര് ചുറ്റി. ആരാ ചുറ്റിയെന്നറിയാവോ? രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് കളങ്ങൾ ഊതിടുമ്പോൾ കാഹളങ്ങൾ തലം നിറയ്ക്കുമേ, രക്തം കൊണ്ടോ മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച് മുദ്രയിടം കാഹളങ്ങൾ പൊരുളായ പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട പുറമറ്റത്തുള്ളവർ കാഹളം ഊതിടുമ്പോൾ, അവർ ചേർന്ന് ആരാധിച്ചിടുമ്പോൾ, അവർ കൈകൊട്ടി ആരാധിക്കുമ്പോൾ, അവർ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ അവൻ ഈ നാട് വിറയ്ക്കും, ഈ സംസ്ഥാനം വിറയ്ക്കും, ഈ രാജ്യം വിറയ്ക്കും, ഈ ഭൂഖണ്ഡം വിറയ്ക്കും. ഈ ഭൂമി പ്രപഞ്ചം കുലുങ്ങുമാറുള്ള ആരാധന, ആരാധന, ആരാധന. വൈഡാമാന രാധന ശബ്ദനാദിയാധന. ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് ഭാരത്തോടെ, രോഗത്തോടെ, വിവിധ വിഷയങ്ങളുടെ നടുവിൽ മനക്ലേശത്തോടെ കടന്നു വന്നിരിക്കുന്നവരുണ്ടോ? ഒന്ന് വിട്ടുകൊടുത്തൊന്ന് ആരാധിച്ചേട്ടെ. ആമേൻ. നൃത്തം ചെയ്തൊന്ന് ആരാധിച്ചാട്ടെ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് ഉലകത്തിൽ ഉയർന്നു നിൽക്കുന്ന വൻമതിലായാലും, ആമേൻ, സ്തോത്രം, നീ കാഹളമൂതിടുമ്പോൾ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവർ, ഓ ശബദനദിയാദന, അവര് കാഹളമൂതിടുമ്പോൾ വൈഡാരാധന ബലവത്തായി പണിത യെരിഹോവിന്റെ അടിസ്ഥാന കല്ലുകൾ ഇളകാൻ തുടങ്ങും. ചില കോട്ടകൾ ഇന്ന് പകലിൽ ഈ ആരാധനക്കകത്ത് ഇടിയുകയാണ്. അവൻ നിനക്കെതിരെ നിൽക്കുന്ന ചില കോട്ടകളുടെ അടിസ്ഥാന കല്ലുകൾ ആരാധനയാൽ ഇളകിത്തെറിക്കുന്നു. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? അത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചു തുടങ്ങി. ആരാധിക്കുന്ന സഭ, അഭിഷേകമുള്ള സഭ, ആത്മനിറവുള്ളവർ അവൻ എഴുന്നേറ്റ് ആരാധിച്ചു തുടങ്ങുമ്പോൾ
കോട്ടകൾ 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 ഇടിയുകയാണ്. മാർഗതടസ്സം ഉണ്ടാക്കിയിരിക്കുന്ന മുൻപോട്ടുള്ള ഗമനത്തെ തടയുന്ന വാഗ്ദത്തത്തിലേക്കുള്ള അവൻ നീക്കത്തെ തടയുന്ന കോട്ടകൾ കോട്ടകൾ ദൈവജനത്തിന്റെ ആരാധന ഇടിയട്ടെ ഇടിയട്ടെ ഇടിയട്ടെ. അതുകൊണ്ട് യേശുവിൻ നാമത്തിൽ കോട്ടകളെ ഇടിപ്പാൻ പര്യാപ്തമായ ദൈവശക്തി വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.